ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിൽ പൊറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ കുറച്ച് ഉപ്പുപൊടി വിതറി കൊടുക്കുന്നുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വേപ്പില, കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ പുഴുങ്ങിയ മുട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ കൂട്ടുകാർ വീഡിയോ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ ഞാൻ എല്ലാ മുട്ടയിലും ഇത് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കില്ലേ, അതുപോലെ ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. മീനൊന്നും വറുത്തെടുക്കണ അത്രയും സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് മതി. ഇതൊന്ന് വേഗത്തിൽ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാ മുട്ടയും ദേ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതെല്ലാം വെളിച്ചെണ്ണയിൽ നിന്ന് എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ ഒപ്പൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.